ഒറ്റയ്ക്ക് വന്നവരാ അവരൊക്കെ. ഫാസിൽ ബഷീർ, മെൻ്റലിസ്റ്റ് അനന്തു ഒക്കെ വലിയ സപ്പോർട്ടൊന്നും സമൂഹത്തിന്റെ ഭാഗത്തൊന്നും കിട്ടിയിട്ടില്ല, കൂട്ടുകാരുടെ ഭാഗത്തൊന്നും കിട്ടിയില്ല. പക്ഷെ അവരുടെ ഒരു, ഞാൻ പറഞ്ഞില്ല ഒറ്റയ്ക്ക് വഴിപറ്റി വന്നവരാണെന്ന് പറഞ്ഞ പോലെ, അങ്ങനെ അവരൊക്കെ അങ്ങനെ വന്നവരാ. അതിൽ നേരത്തെ ഒരു വിഷയം സംസാരിച്ചിട്ട് നമ്മളെങ്ങനെ ആ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയില്ലേ, അതേപോലെയാണ് നിങ്ങളിപ്പം ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോടൊക്കെ എത്തിയിട്ട് ശരിക്കും അത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് ഇത്ര ഫീലുണ്ട്, ബാക്കിയുള്ളവർക്ക് എന്തൊക്കെയുണ്ടെന്ന് ഒരു രക്ഷയില്ല. ഈ നട്ടപ്പാതിരയ്ക്ക് പോയിട്ട് ഇവിടുന്ന് എന്താ കഴിക്കത്തുള്ളത് പറയാൻ പറ്റും. പിന്നെ തെക്കൻ ജില്ലകളിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് കൂടെ പറയാം, കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ പറയണമല്ലോ. തീർച്ചയായിട്ടും. തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു നാടുണ്ട്, കന്യാകുമാരി ജില്ലയിലാണ്. ഇപ്പോൾ പണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഭാഗമായിരുന്നു, തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. പാർട്ടീഷൻ നടന്ന സമയത്ത് നമ്മൾ കേരള സംസ്ഥാനം രൂപീകരിച്ച സമയത്ത് നമുക്ക് ചെങ്കോട്ട നഷ്ടപ്പെട്ടു പോയി. ചെങ്കോട്ട നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ആയിരുന്നു. ചെങ്കോട്ടയിൽ ഇപ്പോഴും ഉള്ള പിന്നെ കല്ലുകളിലൊക്കെ തിരുവിതാംകൂറിൻ്റെ സിമ്പലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കന്യാകുമാരി നമുക്ക് നഷ്ടപ്പെട്ടു, ചെങ്കോട്ട നഷ്ടപ്പെട്ടു. ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ചില രുചികളും കൂടിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഈ ഒരു നാട് ഒരു തലശ്ശേരി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്ന് വെച്ചാൽ ഒരു ഫുഡിൻ്റെ കേന്ദ്രമാണ്. എല്ലാം ഹെൽത്തി. ഇപ്പം തലശ്ശേരി ആണെങ്കിൽ, തലശ്ശേരിയും കലമാറൊക്കെ ആണെങ്കിൽ മൈദ, മുട്ട, പഞ്ചസാരയുടെ കളിയാണ്. പക്ഷെ ഇതല്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ പച്ചരി, തേങ്ങ, ശർക്കര ഇതൊക്കെ വെച്ചിട്ടുള്ള കുറച്ചുകൂടെ ഒരു നാച്ചുറൽ പരിപാടിയാണ്. ഇവരുടെ പാലാട എന്ന് പറയുന്ന സാധനം എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ചീനച്ചട്ടിയില്ലേ, ചീനച്ചട്ടി ഇപ്പോഴത്തെ നോൺ സ്റ്റിക്കിനേക്കാളും പോളിഷ്ഡ് ആയിട്ടുള്ള ചീനച്ചട്ടി. കാരണം ഒന്നിടവിട്ടുള്ള ദിവസമെങ്കിലും ഇതിനകത്ത് പാലാട ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് തുരുമ്പായിപ്പോ. അപ്പൊ അത്രയും പോളിഷ്ഡ് ആയിരിക്കും, കണ്ണാടി പോലെ ഇരിക്കുന്ന ചീനച്ചട്ടി. ഇതങ്ങോട്ട് ചൂടാക്കിയിട്ട് പച്ചരിയും തേങ്ങാപ്പാലും മുട്ട ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്, ചെറിയുള്ളിയും ജീരകവും കൂടെ വെണ്ണ പോലെ അരയ്ക്കും. എന്നിട്ട് ലൂസ് പാകത്തിനാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ കോരി ഒഴിക്കുമ്പോൾ തുള്ളും അത് ഈ ഒഴിക്കുന്ന എന്നിട്ട് അതിങ്ങനെ ചുറ്റിച്ചിട്ട് കൈ കൊണ്ട് ഈ സൈഡ് വിട്ടുവരും. അത് വിട്ടുവരുമ്പോൾ കൈ കൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുകൂടി എൻ്റെ മുഖം അപ്പുറത്ത് കാണാൻ പറ്റും. ഇത് 4ആയിട്ട് മടക്കിയിടും. എന്നിട്ട് ജീരകവും തേങ്ങാപ്പാലൂടെ ഒന്ന് അരച്ചെടുക്കും. ജീരകം ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് ജീരകത്തിൻ്റെ സത്തോടുകൂടി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കും. എന്നിട്ട് ഒരു 4 ഇട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും. അടുത്തൊരു 4 ഇട്ടിട്ട് മടക്കി ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കും. എന്നിട്ട് ഇതിനകത്ത് ഈ പെരുംജീരകത്തിൻ്റെ ഫ്ലേവറുള്ളൊരു ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി, അതുകൂടെ ഇതിനകത്ത് ഒഴിച്ചിട്ട് ഒരു 8 കൊണ്ട് കഴിച്ചു പോകും. ഇതിലേക്കോ ഇവരെ ഡിഷുകൾ ഒരുപാടുണ്ട്. ചുക്കപ്പമുണ്ട്, ചക്കോലിയുണ്ട്. ചക്കോലി എന്ന് പറയുന്നത് നമ്മുടെ പിടിയും കോഴി എന്ന് പറയുന്ന പോലെ മീനിൽ ചെമ്മീൻ വെച്ചിട്ട് ചക്കോലി ഉണ്ടാക്കും. കൊഞ്ചിൻ്റെ ചക്കോലി എന്ന് പറയും. പിന്നെ ചിക്കൻ്റെ ചക്കോലിയുണ്ട്, മീറ്റിൻ്റെ ചക്കോലിയുണ്ട്, ഇറച്ചി ചക്കോലിയുണ്ട്. അങ്ങനെ ചക്കോലി, ചുക്കപ്പം, ചെമ്പലുവ, അങ്ങനെ കുറേ ഡിഷുകളുള്ളൊരു നാടാണ് ഈ തിരുവിതാംകൂർ. ജഗതി പറഞ്ഞ പോലെ എനിക്കിനി ഫുഡിനെ കുറിച്ചൊന്നും കേൾക്കണ്ട.